ഹെത്തുവിനെ രന്തേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അപ്പുറത്ത് വരെ പോയിട്ട് വന്നപ്പോഴേക്ക് രന്തേട്ടൻ നാണ്ട് ഫോണിലും കുത്തിക്കൊണ്ട് നടക്കുന്നത്. ഹെത്തു ആണെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്റെ ദേഷ്യം കൂടെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്തോ രന്തേട്ടന്റെ ഭാഗ്യം പോലെ റീലിൽ മന്തി കയറി വന്നു, വാടി മന്തി കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ദേഷ്യത്തിൽ വേണ്ട ഞാനൊന്നും വരുന്നില്ലെന്നൊക്കെ പറയാം. പിന്നെ ഞാൻ വെച്ചോ വേണ്ട മന്തിയല്ലേ പോയി കഴിക്കുക, ഇല്ലെങ്കിൽ പിന്നെ ചോറ് തിന്നേണ്ടി വരത്തില്ലേ, നീ വാ പോവാന്ന് ഞാനും പറഞ്ഞു. മണി 10 മണിയായിട്ട് നിനക്കൊന്നും ചോറ് വേണ്ടിയെന്ന് പറഞ്ഞ് സുനിയമ്മ താണ്ടെ കയറി വന്ന്. ഓ വേണ്ട ഇന്ന് പുറത്തുനിന്ന് മന്തി കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ദാ സുനി അവിടെ താണ്ഡവം ആടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറൊന്നും അല്ല, നേട്ടന് കൊളസ്ട്രോൾ അങ്ങേ അറ്റം കൂടിയിരിക്കുകയാണ്. കാണുമ്പോഴുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസം പുറത്തുനിന്ന് മന്തി മന്തി മന്തി, ഇനി ഇപ്പോഴേ കഴിക്കരുത്, ഇനി ഇപ്പോഴേ ഇവിടെ മന്തി വാങ്ങിച്ചേക്കരുതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ മന്തി തന്നെയായിരുന്നു. എന്തായാലും മന്തി കഴിക്കാൻ പോകണമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഹെത്തുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി അവരുറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. അവരുറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 11 മണി കഴിഞ്ഞു. കാര്യങ്ങൾക്കുള്ള അൽഷബയിൽ വിളിച്ചപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് എന്നാ കിട്ടും. ഞങ്ങൾ എവിടെ പോകാൻ ഇറങ്ങിയാലും കാക്കനാട് റെയിൽവേ ക്രോസ് അടച്ചിടാറാണ് പതിവ്. ഇന്ന് എന്തോ ഭാഗ്യം തുറന്നിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവാണെങ്കിൽ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നു. എന്തായാലും അവരുടെ ക്ലോസിംഗ് ടൈമോ വെപ്രാളം തല്ലി കഴിക്കണ്ടല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ കാറിലായിരുന്നു ഞങ്ങൾ പ്ലാൻ. അൽഷബ എത്തി കാർ പാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഹെത്തു ഉണർന്നു. പിന്നെ ഹെത്തുവിനെ പൊക്കിക്കൊണ്ട് രന്തേട്ടൻ പോയി പാഴ്സൽ പറയാൻ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ എപ്പോഴും ചെല്ലുമ്പോൾ അറിയാവുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ കുറെ വട്ടം വിളിച്ചു, പക്ഷെ ഹെത്തു നല്ല ഉറക്കത്തിന്റെ മൂഡായതുകൊണ്ട് ചെന്നില്ല. ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പാഴ്സൽ ഇട്ടിട്ടോ, ഒരു 5 മിനിറ്റ് പോലും എടുത്തു. അങ്ങനെ മന്തിയും വാങ്ങി കൂടെ ഒരു പെപ്സിയും വാങ്ങി ഞങ്ങൾ ഇറങ്ങി. എന്തായാലും ഞങ്ങൾ മന്തിയും കൊണ്ട് വീടെത്തി കഴിഞ്ഞപ്പോൾ ആരും ഉണർന്നിട്ടില്ല, ആരും അറിഞ്ഞിട്ടും ഇല്ല ഞങ്ങൾ ഇതുവരെ പോയത് അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഫോണിൽ കോള് വന്നേ. ഞങ്ങൾ വന്ന് ഡോറ് തുറന്ന് അകത്ത് കയറി മന്തി എടുത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമേ അങ്ങനെ ഞാൻ പോയി പാത്രമൊക്കെ എടുത്ത് വിളമ്പി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അൽഫാം പറഞ്ഞത് പെരിപ്പെരിയായിരുന്നു. ഇത് പെരിപ്പെരി അല്ലല്ലോ, തിരിച്ചു മറിച്ചൊക്കെ നോക്കി, പക്ഷെ ഇത് പെരിപ്പെരിയാണെന്ന് തോന്നി. എന്തായാലും മന്തിയല്ലേ, എന്തായാലും തിന്നാ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ അതിനകത്തോട്ട് കുറച്ച് മയണൈസ് ഒക്കെ ഒഴിച്ച് ദാണ്ട കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ദാ നിൽക്കുന്ന പുറകിൽ. അപ്പൊ ദാ രന്തേട്ടൻ പറയാം ഞാൻ കഴിച്ചിട്ട് നീ കഴിക്കാൻ, നീ ഹെത്തുവിനെ പിടിക്കുന്നു. ഞാൻ വിചാരിച്ചു പാവ ഹെത്തു വഴക്കുണ്ടാക്കി കാണും രന്തേട്ടന്റെ കയ്യിൽ. അങ്ങനെ രന്തേട്ടൻ അവിടെ ഇരുന്ന് കഴിച്ചു, ഞാനാണെങ്കിൽ ഹെത്തുമായിട്ട് അവിടെ നിന്ന്. അവനാണെങ്കിൽ ഇടയ്ക്ക് ചോറിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് രന്തേട്ടൻ കഴിച്ചു കഴിഞ്ഞ് വന്ന് ഹെത്തുവിനെ എടുത്ത് ആ ടൈമിൽ ഞാനും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഓ ഈ രന്തേട്ടൻ വേറൊന്നും കൊണ്ടും പറഞ്ഞതല്ലേ, കഴിച്ചു കഴിയുമ്പോൾ പാത്രം ലാസ്റ്റ് വൃത്തിയാക്കി ലാസ്റ്റ് ആ പണി എനിക്ക് തന്നെ കിട്ടി. എനിക്ക് അന്നേരം ആ ബുദ്ധി വന്നില്ലെങ്കിലും പിന്നെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് പാത്രവും കഴുകി അവിടെ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ആർക്കും വേണ്ടാത്ത കുറെ പ്ലാസ്റ്റിക്. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ പൊക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ എടുത്തോണ്ട് പോയി അയ്യത്ത് കളയാന്ന് വിചാരിച്ചു. മണി 12 മണി ആയല്ലോ, ഇനി അയ്യത്ത് പോയി വല്ല പാമ്പും കടിച്ച് ചാവുന്നതിനെക്കാട്ടി നല്ലതല്ലേ രാവിലെ സുനിയമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നതെന്ന് വിചാരിച്ചു. അന്നേരമാണ് ആലോചിച്ചത്, വെറുതെ ഈ ഹരിതകർമ്മസേന അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ, അവർക്കാണെങ്കിൽ വെറുതെ പൈസ കൊടുത്ത് അങ്ങോട്ട് പ്ലാസ്റ്റിക്കും കഴുകി ഉണക്കി കൊടുക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ ഇത് അവർക്ക് കൊടുക്കാന്ന് കവറെല്ലാം കഴുകി അതിന്റെ സൈഡിലോട്ട് വെച്ച് രാവിലെ സുനിയമ്മ എഴുന്നേറ്റ് വരുമ്പോൾ എന്തായാലും മന്തി വാങ്ങിച്ചെന്ന് മനസ്സിലാവും. പിന്നെ രാവിലെ എന്താണെന്ന് അറിയില്ല. ഇന്നപ്പോ ഇത്രേ ഉള്ളൂ, നാളെ രാവിലെ എന്താവും എന്നറിയത്തില്ല. ഇനി പോയി സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. ഓക്കെ ബൈ.